കൂട്ടുകാരെ, അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു റബ്ബർ ബാൻഡ് കൊണ്ടൊരു ട്രിക്ക് കാണിക്കാം. ഇത് പഠിക്കാൻ എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് കാണാൻ പറ്റും. പക്ഷേ ഇത് വലിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് കാണിച്ച് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധയോടെ പഠിക്കാൻ നോക്കണം. ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് പഠിക്കാം, ബുദ്ധിയില്ലാത്തവർക്കും ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് ടൈം എടുക്കും. എല്ലാവർക്കും ബുദ്ധിയുണ്ട്, ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഇത് കണ്ടോ, ഈ റെഡ് റബ്ബർ ബാൻഡ് എടുത്ത് നമ്മുടെ ഈ തള്ളവിരലിലേക്ക് ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ശ്രദ്ധിച്ചു നോക്കിക്കോ. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്രീൻ റബ്ബർ ബാൻഡ് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പം 2 റബ്ബർ ബാൻഡ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി കൈ ഇങ്ങനെ ജസ്റ്റ് നേരെ ഇങ്ങനെ വെക്കുക. ഈ റബ്ബർ ബാൻഡ് എടുത്തുകൊണ്ട് വന്ന് ഈ മോതിര വിരലിലേക്ക് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്തേ ഈ റെഡ് റബ്ബർ ബാൻഡ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ ഈ ചൂണ്ടുവിരലിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കാണാമോ? ശരിക്കും കാണാമോ നോക്കിക്കോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ വലത് കൈയുടെ ചൂണ്ടുവിരൽ എടുത്തുകൊണ്ട് വന്ന് ഇത് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിക്കുക. പിന്നെ ഇത് കണ്ടോ, ഈ മോതിര വിരലിൻ്റെ ഇടയിൽ കൂടെ പോയിരിക്കുന്ന ഈ റബ്ബർ ബാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. അതായത് ഉണ്ടല്ലോ, ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണം. ഇപ്പോൾ കണ്ടോ ഒരു സ്റ്റാർ പോലെ ആയത് കണ്ടോ. അപ്പോൾ നമ്മൾ ഓർക്കും ഇതാണ് സ്റ്റാർ എന്നല്ല. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേറെ സ്റ്റാർ വരും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പതുക്കെ ഈ മോതിര വിരൽ പതുക്കെ റിലീസ് ചെയ്ത് കൊടുക്കണം, വിടണം. അതുപോലെ ഈ തള്ള വിരലും പതുക്കെ ഇങ്ങനെ വിട്ട് കൊടുക്കണം. കണ്ടോ? എന്നിട്ട് ഈ വിരൽ, ഞാൻ ഈ കെട്ടിരിക്കുന്ന ഈ വിരൽ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ വിരലിൻ്റെ അവിടെ കൂടെ ഈ നമ്മുടെ മോതിര വിരൽ ഇങ്ങനെ എടുക്കണം. അതുപോലെ ചൂണ്ട് വിരലിനിടയിൽ കൂടെ നമ്മുടെ തള്ള വിരലും എടുക്കണം. എന്നിട്ട് മറ്റേ 2 വിരലും വിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് കണ്ടല്ലോ, ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം, എനിക്കിങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ എടുക്കണോണ്ടാണ് കൈ വിറക്കുന്നത്, വേറെ ഒന്നും വിചാരിക്കല്ലേ. അപ്പോൾ ഇത് ഈ 2 വിരൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കറക്കി ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ വലിച്ചു പിടിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ തിരിച്ച കണ്ടല്ലോ. ഇനി ഇത് ഇങ്ങനെ വലിക്കുക, എന്നിട്ട് കണ്ടോ. ഇപ്പം നിങ്ങൾ നോക്കിയേ, സ്റ്റാർ റെഡിയായോ? ശ്രദ്ധിച്ച് നോക്കുക. എൻ്റെ കൈ വിറക്കുന്ന വേദന എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ഈ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വേദന എടുക്കും. അതുകൊണ്ടാണ് അങ്ങനെ ആകുന്നത്. കണ്ടല്ലോ, ഇപ്പം സ്റ്റാർ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമോ? വ്യക്തമായിട്ട് നോക്കിക്കോ. നല്ല വലിയ സ്റ്റാറല്ലേ. ഈ നടുക്കത്തെ ഗ്രീൻ സ്റ്റാർ നിങ്ങൾ ശരിക്കും നോക്കണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെ ഇത് എങ്ങനെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചൊരു ട്രിക്കാണ് ഞാനിങ്ങനെ ചെയ്ത് കാണിച്ചത്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2ാമത് ഇടുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വലിയ വീഡിയോ ഇട്ടിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് 2 വീഡിയോയും കാണുവാണെങ്കിൽ വ്യക്തമായിട്ടിത് കണ്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഉണ്ടല്ലോ, ശ്രദ്ധിച്ച് നോക്കിക്കോ. ഈ സ്റ്റാർ എൻ്റെ കയ്യിൽ കറക്റ്റായിട്ട് നിൽപ്പില്ലേ? സ്റ്റാർ അപ്പോൾ ഉണ്ടാക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. നമ്മൾ കറക്റ്റായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റാർ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു കാര്യത്തിലും നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് വിചാരിക്കരുത്. നമ്മൾക്ക് എന്ത് കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുന്നോ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പിന്നെയും ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റാർ അനായാസമായ രീതിയിൽ ഉണ്ടാക്കുക. നമ്മൾ സ്റ്റാർസിൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല. നമുക്കൊരു സ്റ്റാർ നമ്മളുണ്ടാക്കാൻ വേണ്ടി നോക്കണ്ട. അല്ലാതെ ക്രിസ്മസിലൊക്കെ സ്റ്റാർ നിങ്ങൾ തൂക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ തന്നെ എങ്ങനെ സ്റ്റാർ ഉണ്ടാക്കാമെന്നാണ് ഞാൻ പഠിപ്പിച്ച് തന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾ ഒന്ന് ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് നിങ്ങളുടെ സ്റ്റാർ. കണ്ടോ? ഇത് കണ്ടല്ലോ. ഇനി കണ്ടില്ലെന്ന് ആരും പറയരുത്. ഇങ്ങനെയാണ് സ്റ്റാർ. കണ്ടല്ലോ, പച്ച സ്റ്റാർ. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഇത് വീഡിയോ 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ട് നിങ്ങളിത് മനസ്സിലാക്കി എടുത്തിട്ട് ചെയ്ത് നോക്കണം. ചെയ്യാൻ പറ്റുമോ എന്നൊരു വിശ്വാസത്തിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ പ്ലേ ചെയ്ത് നോക്കി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്ത് നോക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം അങ്ങനെ ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്യാതിരിക്കരുത്, ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ. ഇത് ഒത്തിരി നേരം കൊണ്ട് കണ്ടുപിടിച്ചൊരു ട്രിക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ.